പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ഇന്ന് ദൈവം നമുക്ക് ദാനമായി നൽകി. ജനുവരി മാസം 2026 ഈ 3-ാം തീയതിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. കഴിഞ്ഞ പ്രഭാതങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കരം നമ്മളോട് കൂടെയിരുന്നു. ഈ പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെയും പ്രഭാത വന്ദനത്തെയും അറിയിക്കുന്നു. നിങ്ങളെ ഏവരെയും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ മുതൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ധന്യനായ പൗലോസ്ലീഹയുടെ കരുത്തുറ്റ കരാങ്കുലികളാൽ വിരചിതമായ ഒരു മനോഹരമായ ഗ്രന്ഥമാണ് കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ അതിൻ്റെ തനതായ നിലയിൽ വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു മനോഹരമായ ഗ്രന്ഥമാണ് കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ ദൈവം അനുവദിച്ചാൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. കാരണം 1-2 പേര് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലവും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ച് നാളത്തെ പ്രഭാതത്തിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഇത് എഴുതുവാനുള്ള കാരണവും ആരാണ് ഇതിൻ്റെ ലേഖകൻ എന്നൊക്കെ, ഇതിൻ്റെ തീയതി, ഇതിൻ്റെ വർഷം ഒക്കെ, ഇതെവിടെ വെച്ചെഴുതി എന്നൊക്കെയുള്ള, എന്തിനെഴുതി എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നാളത്തെ പ്രഭാതം മുതൽ ഇതിനോടനുബന്ധിച്ച് ഇടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത ഒരു പദം അത് പറഞ്ഞ് ഈ പ്രഭാത ചിന്ത അവസാനിപ്പിക്കും. അപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ ഇന്നലെ നമ്മൾ കർത്താവിനെ കുറിച്ച് കണ്ടത് കർത്താവ് സകലത്തിനും മുൻപേ ഉള്ളവൻ എന്ന ഒരു പദമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവ് കൊലോസ്യ ലേഖനത്തിൽ എങ്ങനെ ആണ് എന്നുള്ളത്. അതിന് ആധാരമായി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഞാനിവിടെ ഒന്ന് വായിക്കാം. 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയാലുക്കൾക്ക് ഇത് സംശയദൃഷ്ടിയോടെ നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്താൻ കഴിയും. എന്നാൽ സകല സംശയാലുക്കളുടെയും അധരത്തെ അടച്ചുകൊണ്ടുള്ള പൗലോസിൻ്റെ തൂലികയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്ന് രേഖപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ സ്പഷ്ടമായി വരച്ചു കാട്ടുന്ന മനോഹരമായ ഒരു പദങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും കൂടെ വായിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് കർത്താവായ യേശുക്രിസ്തു? സൃഷ്ടിതാവാണ് എന്ന് വാക്കും ഭാഷണവും കൂടാതെ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സൃഷ്ടിതാവായ ഒരു കർത്താവ്, നമ്മൾ വിചാരിക്കുന്നത് യേശു ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്നൊക്കെ നമ്മൾ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മഹത്വം തിരിച്ചറിയിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായൊരു വാക്യമാണ് ഈ 16-ാമത്തെ വാക്യം എന്ന് പറയുന്നത്.
കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരാണ്? അവൻ സകലത്തിനു മുൻപേ ഉള്ളവനും. ഇനി അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് നോക്കാം. 15-ാമത്തെ വാക്യത്തിൽ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും, അടുത്ത പദം, സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു എന്നാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. എന്താണ്? ആരാണ് അദൃശ്യൻ? നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് നാം നാളിതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ കരം. സകലരും വിശ്വസിക്കുന്ന ഒന്നാണ്, ഈ അണ്ഡകടാകങ്ങളിൽ, ഈ ബ്രഹ്മാണ്ടങ്ങളിൽ കുടികൊണ്ടു വാഴുന്ന ഒരു അദൃശ്യ കരമുണ്ട്, ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഇല്ല എങ്കിൽ ഇവിടെ ദൈവമില്ല എന്ന് പറയുന്ന ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കണ്ണുയർത്തി ആകാശത്തിലേക്ക് നോക്കിയാൽ ഒരു തൂണ് പോലും ഇടാതെ ആകാശത്തെ ഇത്രയും സജ്ജീകരിച്ച് നിർത്താൻ കഴിവുള്ള ഒരു അദൃശ്യ ശക്തി, അത് ദൈവത്തിനല്ലാതെ വേറെ ആർക്കാ ഇവിടെ കഴിയുവാൻ സാധിക്കുക? നക്ഷത്ര ഗാലക്സികളെ നിങ്ങൾ നോക്കിയേ, അതിൻ്റെ ഭ്രമണ പദങ്ങൾ, അതിൻ്റെ സഞ്ചാര പദങ്ങൾ അതൊന്നിനോടൊന്ന് കൂട്ടിമുട്ടാതെ അതിൻ്റെ സഞ്ചാരപാതയിൽ വളരെ ക്രമീകൃതമായി ഇത്രത്തോളം അലങ്കൃതമായി നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം അല്ലാതെ വേറെ ആർക്കാണ് ഇവിടെ കഴിയുക? ഇവിടുത്തെ മനുഷ്യ ദൈവങ്ങൾക്കോ കേവലം എന്നെപ്പോലെ നിങ്ങളെപ്പോലെ കൃമികളായ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അലറിയെടുക്കുന്ന തിരമാലകൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിരുവരച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടല്ലേ പടകിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാറ്റേ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലുമെല്ലാം ആ വാക്കിൻ്റെ മുൻപിൽ അടങ്ങിയത്. കേവലം മനുഷ്യർക്ക് യേശു ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ കാറ്റിനോടും കടലിനോടും ഒക്കെ ചോദിക്കുക. യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, മൃഗങ്ങളോട് ചോദിക്കുക, അവ നിനക്ക് ഉപദേശിച്ച് തരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ മൃഗജാലങ്ങൾക്ക്, ഇവിടുത്തെ പ്രകൃതികൾക്ക് കർത്താവായ യേശുവിനെ അറിയാം. പക്ഷേ മനുഷ്യൻ ഇന്നും അറിയാതെ തപ്പി നടക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ, നമുക്ക് ഉലകത്തിൽ വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ഒരു നാഥൻ ഉണ്ടെങ്കിൽ സകല ചരാചരങ്ങളെയും അതിൻ്റേതായ ക്രമീകൃതമായ നിലയിൽ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി സകലതും നൽകി തന്ന ഒരു കർത്താവുണ്ട്. ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുകയാണോ? നിങ്ങളുടെ വിഷയത്തിനൊരു പരിഹാരമില്ല എന്നാണോ നിങ്ങളുടെ ചിന്ത? നിരാശപ്പെടേണ്ട, സകലത്തെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ നമ്മളോട് കൂടെയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അനുഗ്രഹ വിഷയമാക്കി തീർക്കണം. ഈ പ്രഭാതം എന്തുകൊണ്ടും ധന്യകരമാക്കി തീർക്കണം. നിരാശകളെ മാറ്റണം, പുതിയ വഴികളെ ദൈവജനത്തിനായി തുറക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. താങ്ക് യു സോ മച്ച്.